പാർവതി ദേവി നന്ദികേശ്വരന് കൈലാസം വിട്ടുപോകൂ എന്ന് ശാപം നൽകാൻ കാരണമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ ശിവഭഗവാനും പാർവതി ദേവിയും വിനോദത്തിനായി ചൂതുകളിക്കുകയായിരുന്നു. അപ്പോൾ അടുത്തുണ്ടായിരുന്ന നന്ദിയോട് തങ്ങളിൽ ആരാണ് വിജയിച്ചതെന്ന് അവർ ചോദിച്ചു. ഭഗവാനോടുള്ള അമിതമായ സ്നേഹം കാരണം കളി ശ്രദ്ധിക്കാതെ തന്നെ നന്ദി പറഞ്ഞു, എന്റെ ഭഗവാനാണ് വിജയിച്ചത് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ പാർവതി ദേവിയായിരുന്നു കളിയിൽ ജയിച്ചത്. നന്ദി കള്ളം പറഞ്ഞതിൽ കോപിതയായ ദേവി ഇനി നീ ശിവന്റെ അടുത്തുണ്ടാകാൻ പാടില്ല എന്ന് നന്ദിയെ ശാപിച്ചു. ഇത് കേട്ട മഹാദേവൻ പാർവതിയോട് പറഞ്ഞു, നന്ദിയും ഞാനും ഒന്നാണ്. എന്റെ വാഹനമായ അവൻ ഇല്ലാതെ എനിക്ക് കഴിയാനാവില്ല എന്ന് തന്റെ വിഷമം അറിയിച്ചു. ഇതുകേട്ട പാർവതി ദേവി തന്റെ തീരുമാനം മാറ്റി പറഞ്ഞു, എന്നോട് കള്ളം പറഞ്ഞതിനാണ് ഈ ശാപം. എന്റെ മകൻ ഗണേശനെ നീ സന്തോഷിപ്പിച്ചാൽ ഈ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കും. നന്ദി ഉടൻ തന്നെ വിനായകനെ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ നൽകി നോക്കി. എന്നാൽ ഗണപതി സന്തോഷിച്ചില്ല. ഒടുവിൽ ബുദ്ധിപൂർവം ചിന്തിച്ച നന്ദി വിനായകനെ തന്റെ പുറത്തിരുത്തി കൈലാസം മുഴുവൻ ചുറ്റിക്കാണിച്ചു. അതിൽ വിനായകൻ അതീവ സന്തുഷ്ടനായി. അങ്ങനെ നന്ദിയുടെ ശാപം മാറി അദ്ദേഹം വീണ്ടും പരമശിവന്റെ അരികിലെത്തി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ശിവഭഗവാനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.